മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ നടപടി ശക്തമാക്കി ഇഡി. ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കെതിരെയും നീക്കം ശക്തം. നടപടി കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടി. കേരള രാഷ്ട്രീയത്തെ വീണ്ടും ചൂടുപിടിപ്പിച്ചുകൊണ്ട് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് സൊല്യൂഷൻസ് ഉടമയുമായ ടി വീണ വിജയനെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കുക എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇഡിയുടെ നീക്കങ്ങൾ. കേസുമായി ബന്ധപ്പെട്ട് വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് ഇഡി വ്യാപക റെയ്ഡ് നടത്തിയത്. സംസ്ഥാനത്ത് 8 ഇടങ്ങളിലായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഒരേ സമയത്ത് ഇഡി സംഘത്തിന്റെ പരിശോധന. ഇതിൽ കോഴിക്കോട് നഗരത്തിലാണ് പരിശോധനകൾ ഏറിയ പങ്കും കേന്ദ്രീകരിച്ചത്. 4 പ്രത്യേക ഇഡി സംഘങ്ങളാണ് കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തിയത്. മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധമുള്ളവരുടെ വീടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലുമായിരുന്നു പരിശോധന. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇഡി ഈ കേസിൽ ഇത്തരമൊരു സുപ്രധാന നീക്കം നടത്തുന്നത്. ടി വീണയ്ക്ക് ഓഹരി നിക്ഷേപമുള്ള പ്രധാന സ്ഥാപനങ്ങളിലേക്കും ഇഡി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന കമ്പനി ഇതിലൊന്നാണ്. ഈ കമ്പനിയിൽ വീണയ്ക്ക് സാമ്പത്തിക നിക്ഷേപമുണ്ടെന്ന് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ലേക്കർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലും പങ്കാളികളുടെ വീടുകളിലും ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയുണ്ടായി. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയന്റെയും അവരുമായി ബന്ധപ്പെട്ട കമ്പനികളുടെയും പേരിൽ വിവിധ ബാങ്കുകളിലുള്ള 16.5 ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങൾ ഇഡി നേരത്തെ മരവിപ്പിച്ചിരുന്നു. ഇതിൽ വലിയൊരു തുകയും ലേക്കർ ഇന്ത്യ കോർപ്പുമായി ബന്ധപ്പെട്ടതാണ്. ലേക്കർ ഇന്ത്യ കോർപ്പ് 15.5 ലക്ഷം രൂപ വീണ വിജയന്റെ വ്യക്തിഗത അക്കൗണ്ട്, 1.37 ലക്ഷം രൂപ എക്സാലോജിക് സൊല്യൂഷൻസ് അക്കൗണ്ട്, 27,585 രൂപ എന്നിങ്ങനെയാണ് മരവിപ്പിച്ചിട്ടുള്ളത്. എക്സാലോജിക് കമ്പനിക്ക് നൽകാത്ത സേവനങ്ങൾക്കായി KMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് കോടികൾ കൈപ്പറ്റി എന്നതാണ് മാസപ്പടി കേസിന് ആധാരം. ഇഡി തയ്യാറാക്കിയ പ്രതിപട്ടികയിൽ 6ാം പ്രതിയാണ് വീണ വിജയൻ. കേസിൽ കുറ്റാരോപിതരായ വ്യക്തികൾക്കും കമ്പനികൾക്കുമെതിരെ ഔദ്യോഗികമായി കുറ്റം ചുമത്തുന്നതിനും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിനും മുൻപുള്ള അവസാനവട്ട തെളിവെടുപ്പിന്റെ ഭാഗമായാണ് ഇന്നത്തെ മിന്നൽ റെയ്ഡുകൾ എന്നാണ് ഇഡി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. റെയ്ഡുകളിൽ ലഭിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും സാമ്പത്തിക ഇടപാട് രേഖകളും കേസിൽ നിർണായകമാകും. വരും ദിവസങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രമുഖരിലേക്ക് അന്വേഷണം നീളാനാണ് സാധ്യത. ഇടതുപക്ഷത്തെയും CPM-നെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഇഡിയുടെ ഈ പുതിയ നീക്കങ്ങൾ. കാരണം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അടക്കമുള്ളവരുടെ വീട്ടിലടക്കമായിരുന്നു ഇഡിയുടെ പരിശോധന.